ശബ്ദം കേട്ടിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ അങ്ങ് എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുകയാണ്, ലാ മുകല്ലിബൽ ഖുലൂബ്, എല്ലാ ഹൃദയങ്ങളിലെയും മറിച്ചു കളയുന്ന അല്ലാഹ്. അവിടുന്ന് പറയുകയാണ്, എല്ലാ ഹൃദയങ്ങളെയും മറിച്ചു കളയുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിക്കണേ അല്ലാഹ്, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിക്കണേ അല്ലാഹ്. അവിടുന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഉറപ്പില്ലേ നബിയേ, ഉറപ്പില്ലേ നബിയേ, ഉറപ്പില്ലേ നബിയേ. ആയിഷയുടെ ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയം ഒരു നൂലിൽ കെട്ടിത്തൂക്കിയ പട്ടം പോലെയായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, അത്രക്കും വേദനമേറിയ കാര്യമാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. 20, 30, 60 വയസ്സായ മാതാപിതാക്കൾ ചിന്തിക്കുന്നത്, ഞാനിപ്പോഴൊന്നും മരിക്കുകയില്ല, ഞാനിപ്പോഴൊന്നും മരിക്കുകയില്ല എന്നാണ് അവർ പറഞ്ഞത്. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നാൽ അങ്ങനെയല്ല. അതിന് തെളിവായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ? അതിന് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അതിന് പകരമായി കാണിച്ചു തന്നില്ലേ? ആ വയനാട് നടന്ന ഉരുൾപൊട്ടലില്ലേ, അതാണ് അതിന്റെ തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്നത്. എന്തേ? അവർ വിചാരിച്ചിട്ട് പോലുമില്ല, അവർ വിചാരിച്ചിട്ട് പോലുമില്ല, പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ മരിച്ചു പോയതാണ്. അവർ വിചാരിച്ചിട്ട് പോലുമില്ല, അവർ വിചാരിക്കാതെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉരുൾപൊട്ടൽ, അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങി വരികയാ, അല്ലാഹുവിന്റെ പരീക്ഷണം ഇറങ്ങി വരികയാ, അല്ലാഹുവിന്റെ പരീക്ഷണം ഇറങ്ങി വരികയാണ്. എന്റെ കക്കുപ്പടിക്കാരിയായ പെങ്ങളെ, അല്ലാഹുവിന്റെ അദാബ് അവിടുന്ന് ഇറങ്ങി വരികയാണ്. എന്നിട്ട് ആ സമുദായത്തെ മൊത്തം നശിപ്പിക്കുകയാണ്. ആ സമുദായത്തിലെ എല്ലാ മുസ്ലിങ്ങളെയും മരിച്ചു വീഴുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും വേണ്ട. പ്രിയമുള്ള മുഅ്മിനേ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു സെക്കൻഡ് പോലും വേണ്ട. ഓരോ നിമിഷവും, ഓരോ സമയവും, ഓരോ സെക്കൻഡുകളും കടന്നു പോകുമ്പോ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ആയുസ് ഇങ്ങനെ കുറഞ്ഞു വരികയാ, ആയുസ് ഇങ്ങനെ കുറഞ്ഞു വരികയാ. ചില ആളുകൾക്ക് മരിക്കുന്ന സമയമായാൽ അത് അറിയാൻ കഴിയും. പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് മഹാനായ കോയക്കുട്ടി ഉസ്താദ് മരിക്കുന്നതിന്റെ അല്പസമയം മുമ്പ് അല്ലാഹുവിനോട് പൊരുത്തം ചോദിക്കുകയാ, അല്ലാഹ് എനിക്ക് പൊരുത്തു തരണേ അല്ലാഹ്. എന്നിട്ട് അല്പം സ്വലാത്തുകളും ദിക്റുകളും ചൊല്ലി എന്നിട്ടാണ് മഹാനവറുകൾ അവിടുന്ന് വിട പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മണ്ണറ അല്ലാഹു മണിയറയാക്കി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വയനാട്ടിൽ ഇറക്കിയ ഉരുൾപൊട്ടലിന്റെ അടയാളമാണ്. പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിങ്ങൾ ഒരു നിമിഷം സൂക്ഷിക്കണം. നിങ്ങൾ മരിക്കൂല എന്നുള്ള വർത്തമാനമുണ്ടല്ലോ, അത് നിങ്ങൾ നിർത്തിക്കോ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു തീരുമാനിച്ചാൽ നിമിഷങ്ങൾ മതി നിങ്ങൾ മരിക്കാൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, മുത്ത് റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണത്തിന് ശേഷമുള്ള അവന്റെ അവസ്ഥയെ കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും അവൻ
അവന്റെ തൊണ്ടക്കകത്ത് നിന്ന് ഇറങ്ങൂല എന്ന് ശഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയോ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ഉറക്ക സ്വലാത്ത് ചൊല്ലുക. നമ്മുടെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ തെറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്. ആ മദീന മുനവ്വറയിൽ കുപ്പയുടെ ചോട്ടിൽ കിടക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുന്നുണ്ട്, അവിടുന്ന് ശപിക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ മലക്കായ നിന്റെ ഇടത് വലതു ഭാഗത്തിരിക്കുന്ന മലക്കുണ്ടല്ലോ, നീ മരിച്ച ശേഷം ഇടത് ഭാഗത്തിരിക്കുന്ന മലക്ക് പറയുമടാ, നീ ചീത്ത മനുഷ്യനാണെങ്കിൽ ആ ഇടത് ഭാഗത്തിരിക്കുന്ന മലക്ക് പറയും, അല്ലാ ഈ മനുഷ്യന് ചത്ത് കിട്ടിയല്ലോ, അൽഹംദുലില്ലാ എന്ന് പറയുമടാ. എന്റെ സുഹൃത്തായിരുന്നു, എന്റെ സുഹൃത്തായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട സഹോദരനാണ്. നിന്റെ ഇബാദത്തുകളിൽ അല്ലാഹുവേ എന്തെങ്കിലും മജ്ലിസുകൾ ഉണ്ടാകുമ്പോൾ അതിൽ കൂടിയ നല്ല ഇബാദത്ത് ചെയ്ത് നിന്നെ ബഹുമാനിച്ച് നടന്ന, നിന്നെ പേടിച്ച് നടന്ന മനുഷ്യനാണ്. അല്ലാ ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്നവിടുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ അദ്ദേഹത്തിന്, നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും,